പോകുന്ന സുന്ദരികളാട്ടോ. ഹായ് കൂട്ടുകാരെ, ഇന്ന് കുറച്ച് സുന്ദരിമണി നമ്മുടെ CC പ്ലാന്റിലെ ബ്ലാക്ക് ആട്ടോ. ഇന്ന് നമ്മുടെ പുതിയ ചട്ടി, മൊത്തത്തിലുള്ള ചട്ടി കാണാൻ എന്ത് ഭംഗിയായിരുന്നറിയോ. എൻ്റെ കുറേ കസ്റ്റമറുടെ ആവശ്യപ്രകാരം ഞാനത് പൊട്ടിച്ചു കേട്ടോ. പൊട്ടിച്ച് പല ഭാഗങ്ങളാക്കി പലർക്കും പല രീതിയിലാക്കി കൊടുത്തു. അപ്പോൾ എല്ലാവരും ആവശ്യപ്രകാരം കിഴങ്ങുണ്ടായിരിക്കണം കേട്ടോ. എനിക്ക് പറ്റുന്ന രീതിയിൽ കിഴങ്ങോടെ കൂടി എല്ലാവർക്കും എത്തിക്കാൻ ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അമ്മയും കൂടി എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്ത് തന്നു കേട്ടോ. അങ്ങനെ എല്ലാവരെയും സംബന്ധിച്ചും ഒരു കൊറിയർ നമ്മൾ സ്വീകരിക്കാൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വീട്ടിലെത്തുന്നോടം വരെ ഭയങ്കര എക്സ്പെക്റ്റേഷൻ ആയിരിക്കും. എനിക്കും അങ്ങനെ തന്നെയാട്ടോ. ഞാനും ചെടി ഓർഡർ ചെയ്തു മേടിക്കുന്നയാളാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ചെടികൾ ഞാൻ ഓർഡർ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ മേടിച്ച് കഴിഞ്ഞാൽ അത് വീട്ടിലെത്തുന്നോടം വരെ എങ്ങനെയായിരിക്കും. അപ്പോൾ എനിക്കറിയാം ഒരു കസ്റ്റമറെ സംബന്ധിച്ച് അവരുടെ വേവലാതിയും വിഷമമൊക്കെ കേട്ടോ. എന്നോട് ചിലരിങ്ങനെ പറയുമ്പോഴും എനിക്കറിയാം നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് എനിക്കും മനസ്സിലാവും കേട്ടോ. കാരണം ഞാനും ഇങ്ങനെ ചെടി മേടിക്കുന്നയാളായതുകൊണ്ട്. അപ്പം നിങ്ങളൊന്നും ഒരു വിധത്തിലും വിഷമിക്കണ്ട കേട്ടോ. ഞാൻ കൊറിയർ ചെയ്യുമ്പം നിങ്ങൾക്ക് എത്ര മനോഹരമായിട്ട് ആ ചെടി നിങ്ങളുടെ കയ്യിലെത്തണമെന്ന് അത്രയും ഞാൻ നല്ല രീതിയിലായിട്ടോ ഞാനിങ്ങനെ കവർ ചെയ്യുന്നത്. അപ്പം ഈ രണ്ട് തലയ്ക്കും ഒട്ടിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഈ സംഭവം ഇങ്ങനെ എടുക്കുന്നത്. അപ്പം പിന്നെ അത് നല്ലോണം സെലോ ടേപ്പ് ഫുള്ളും ഞാൻ വരിഞ്ഞു മുറുക്കാറുണ്ട് കേട്ടോ. ഉള്ളിലെ ചെടികൾക്ക് ഒരു കേടുപാട് വരരുതെന്ന് നല്ലോണം ആഗ്രഹിക്കും. അപ്പോൾ ഞാൻ ഇത് സെലോ ടേപ്പൊക്കെ ഒരുപാട് ചുറ്റി അങ്ങ് കൊടുക്കും കേട്ടോ. എംഷിയിലും ജോയിലും ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട കേട്ടോ. ചെടി നിങ്ങളുടെ അടുത്ത് നല്ല സുരക്ഷിതരായിട്ട് തന്നെ എത്തിപ്പെടും കേട്ടോ. രാവിലെ ഞാൻ ചെടി നനയ്ക്കുന്നതിനൊപ്പം തന്നെ ചെടി പാക്കിങ്ങും ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ആ ഈറനോടെ തന്നെ ചെടി ഇതിൻ്റെ ഉള്ളിൽ നല്ല കണ്ടീഷനിലായിട്ടായിരിക്കും ഈ പാക്കിങ്ങും നിങ്ങളുടെ അടുത്ത് എത്തുക കേട്ടോ. പിന്നെ ഈ ചെടി എങ്ങനെ പാക്ക് ചെയ്യും എന്നുള്ളവരുടെ ഒരു സംശയത്തിന് ഒരു ഉത്തരവും കൂടിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ചെടി പാക്ക് ചെയ്യാൻ അറിയത്തില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങളും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ പാക്കിങ് കഴിഞ്ഞ് ഇനി നമുക്ക് നേരെ പോകേണ്ടത് കൊറിയർ ഓഫീസിൽ പോകണം കേട്ടോ. അപ്പോൾ ഇന്ന് 3 കൊറിയറാണ്. ഇനി അടുത്ത ദിവസങ്ങളിൽ കുറച്ച് ചെടിക്ക് ഓർഡറോട് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച ഇനി വിടത്തുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുമെന്നും ഈ ചെടിയുടെ കുറിച്ചുള്ള ഈ ചെടി എങ്ങനെ പാക്ക് ചെയ്യുന്നുള്ള റാപ്പർ പൊട്ടിപ്പോകുക എന്നുള്ള കേട്ടോ എൻ്റെ മെയിൻ ടാസ്ക്. എൻ്റെ കയ്യിൽ പിന്നെ അഡ്രസ്സൊക്കെ എഴുതി ഒട്ടിച്ചു കേട്ടോ. അഡ്രസ്സ് എഴുതി ഒട്ടിച്ച് നല്ല രീതിയിൽ വെള്ളം അതേ തൊടാത്ത രീതിയിൽ 2-3 പ്രാവശ്യമായിട്ട് അതിന് മുകളിൽ കൂടി ഈ സെലോ ടേപ്പ് ചുറ്റുന്നുണ്ട് കേട്ടോ. ഇത്തിരി വെള്ളം ഏതെങ്കിലും ചെടിയിൽ നിന്ന് വീണാലും അതേ അഡ്രസ്സ് മാഞ്ഞു പോകാൻ പാടില്ല. കേരളത്തിൻ്റെ ഉള്ളിൽ വിത്തിൻ 2 days ആട്ടോ. പിന്നെ എന്തെങ്കിലും സാഹചര്യത്തിൽ കൊറിയർ വൈകാറുള്ളൂ. അപ്പോഴത്തേക്കും അടുത്ത ഓർഡർ വന്നു. പിന്നെ അതൊന്ന് വെള്ളം നനച്ച് കുടഞ്ഞ് അതൊന്ന് പാക്ക് ചെയ്തു. ഇത്രയ്ക്കുള്ളൂ കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.